ഹായ്. അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ഞായറാഴ്ച ആയിരുന്നു ഒരു പരിപാടിയിലാണ് നിൽക്കുകയാണ് ചെറുക്കന്മാർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു മധുവത്ത് ഉണ്ടാക്കാന്നുള്ള പ്ലാനിലെത്തി. അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അതിൽ കാണാം. ഓക്കെ, വരും. ഫസ്റ്റ് നമ്മൾ കട്ടിങ്ങിൻ്റെ പരിപാടികളാണ്. അപ്പോൾ നമ്മൾ അതിനെ നേതൃത്വം നൽകുന്നത് റിസ്വാൻ. കട്ട് ചെയ്യണ്ട കേട്ടോ. ഇത് നമ്മളെ ഗസ്റ്റാണ്. പുതിയ നമ്മളെന്തിലുള്ള ടീമേനു? പഠിപ്പുരമുക്ക് ടീം പഠിപ്പുരമുക്കത്തിൽ നമ്മൾ കാണാത്ത ഗസ്റ്റുകളാണ് ഇതൊക്കെ. ജോലി തിരക്ക് കാരണം നമ്മൾ ട്രിപ്പിന് വരാത്ത ടീം. വരാൻ പറ്റാത്തവർക്ക് വേണ്ടി കട്ടിങ് പരിപാടി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കേക്ക് ഓഡിയൻസിന് കൊടുക്കല്ലോ. ഓഡിയൻസിന് കൊടുക്കുക. ആ, ക്യാമറന്റെ പിന്നിലാണോ ഓഡിയൻസ്? ഷെഫ് അൽഖയ്ദ ഉണ്ടാക്കിയ ഇതെന്താ ചെരിഞ്ഞൊക്കെ എന്താ പറഞ്ഞ ചൊറണ്ടോ? ഓണാണോ? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഉള്ളി കട്ട് ചെയ്യണം. ഉള്ളി കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ബാക്കി ഓഡിയൻസിന് ഇനി കേക്ക് കൊടുക്കണോ? വേണ്ടല്ലേ? ഇതിപ്പോ ഏറ്റവും കൂടുതൽ സങ്കടം വരുന്ന ആർക്കേ കാരണം റിസ്വാന? നമ്മുടെ ചിരുതപ്പറമ്പൻ മുഹമ്മദ് ബഷീർ. സെലിബ്രിറ്റിയെ ഞങ്ങൾ മിസ് ചെയ്യുന്നു. കൂട്ടത്തിലെ സെലിബ്രിറ്റിയെ ഞങ്ങൾ മിസ് ചെയ്യുന്നു. അത് നമ്മള് ഓഡിയൻസിനോട് പറഞ്ഞിട്ടില്ലല്ലോ ആ കാര്യം. നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. എന്താണ് പഠിപ്പുരമുക്ക് എന്നാണ് പേജിന്റെ പേര്. അപ്പൊ എന്ത് ചെയ്യുക, ഒന്ന് സെർച്ച് ചെയ്ത് ഫോളോ ചെയ്യുക. അതില് ഫസ്റ്റിൽ തന്നെ ഇങ്ങനെ കുറച്ച് 4 പെൺകുട്ടികൾ ചെറുച്ചിരിക്കുന്ന റീലുണ്ട്. എല്ലാവരും എടുത്ത് കാണണം. അത് മാത്രമല്ല 1 പോയിന്റ് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓഡിയൻസിന് കേക്ക് കൊടുക്ക്. വേണ്ട മതി. അടിപൊളി കേക്ക് കേട്ടോ. ഇതാരുണ്ടാക്കിയത്? ഈ ട്രൗസറൊക്കെ മുതലായി കൊണ്ടോ 15 കൊല്ലം ഓടിക്കണം. അങ്ങനെ ഉള്ളി കട്ട് ചെയ്യണ പരിപാടി കഴിഞ്ഞു. ഞാൻ അടുത്തത് കേങ്ങ്. നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റ് എപ്പോഴാ എത്തുക? 2 മണിയാവും 3 മണിയാവൂലേ? കാശ്മീര് കാശ്മീർ അങ്ങനെ പോയി. അതെ, കാശ്മീരിലെ കാമാറിനെ കണ്ടു. മതി. പള്ളാരല്ല ഇപ്പൊ തന്നെ 8 പേർക്കുള്ളതാണ്. എത്ര കിലോ അരിയുണ്ട്? 4 വെച്ചിട്ട് നമ്മളെ ഏറ്റവും മെയിൻ എന്താ അറിയോ? ഹൈജീനാണ് നമ്മളെ ഭക്ഷണത്തിന്റെ. അല്ല റെഡിക്കിന് എങ്ങനെ അറിയാവും? ഗ്ലൗ ഇടാൻ പാടില്ല. അതാണ് അതിന്റെ ഒരു എന്താ പറയാ, ഒതന്റിക്. വെട്ടിക്കൂടാ 2 മണിക്ക് തിന്നണേ. നമ്മളെ പുതിയ ഗസ്റ്റുകൾ ഓക്കെ ആണല്ലോ റിസ്വാനെ? യൂട്യൂബത്തെ ഫുൾ ആക്റ്റീവ് ആവുമ്പോ ഇന്നത്തെ വീഡിയോക്ക് നമ്മളെ ഗസ്റ്റുകൾ എന്തേലും പറയാണ്ടോ? 2 വാക്ക് യൂട്യൂബില് കത്തിക്കാൻ മാത്രം സനു. ഒരു 10 വർഷം കഴിഞ്ഞ വീഡിയോ കാണുമ്പോൾ 10 കൊല്ലം കൊണ്ട് ഫേമസ് ആവണ അവസ്ഥ. ഇത്രയും ആംബിയൻസുള്ള നാട് വേറെ എവിടെയല്ലേ? നോക്കിയാലും ആംബിയൻസ്. ആ ആംബിയൻസ് ശേഷം നമ്മളെല്ലാം നോക്കണ്ട. അരി നമ്മളെന്ത് ചെയ്തു? നനച്ച് ഊറ്റിക്കാണ്ട് വെച്ചു. ഇനി അടുത്ത പരിപാടി നേരെ അടുപ്പ് ഓണാക്കുക. കുക്കർ
കുക്കറി ഷോ. നമ്മളെ മെയിൻ എന്താ അറിയോ, നമ്മള് ഭയങ്കര സ്പീഡാണ്. ആയിക്കൂടെ ഒന്നും കൊടുക്കല്ലേ. കൈ നോക്കണ്ടേ. കത്തിക്കണോ? അത് യൂട്യൂബിന്റെ വരുമാനം വന്നോട്ടെ. ഇതാണ് നമ്മളെ പുതിയ ഷെഫുമാര്. ഫസ്റ്റ് സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന്. ദുബായ് ഗോൾഡ് ഡയമണ്ട് നൽകുന്ന സ്വർണ്ണം നല്ലെണ്ണ. ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ. ആവശ്യത്തിന് നമ്മൾ റെസിപ്പി പറഞ്ഞു കൊടുക്കാം അല്ലേ ഓഡിയൻസിന്. റിവീൽ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കണില്ല. പിന്നെ അതെ ഇഞ്ചി വെളുത്തുള്ളി മറന്നുകൂടല്ലേ. ഇഞ്ചി വെളുത്തുള്ളി ഇതാക്കണം. തീ കുറച്ചാളെ അത് കട്ട് ചെയ്യാൻ കേട്ടോ. ഇത് റിവീൽ ചെയ്യണ്ടാവട്ടെ. ഇഞ്ചി വെളുത്തുള്ളി മറന്നതാണ് ചെയ്യാൻ. ഇതാണ് നേരത്തെ പറഞ്ഞ നാടിന്റെ വൈബ്. അതെ ഈ പോയത്തീരം അതിൻ്റെ അടുത്ത് നിന്ന് ഇതുപോലെ ഓരോന്നുണ്ട്. ആലപ്പുഴ. ആലപ്പുഴയിൽ പോലും ഇങ്ങനത്തെ സ്ഥലം പറഞ്ഞേ. ഗുമ്മാലെ സാൾട്ട് എന്നല്ല, സാൾട്ട് ടു ടേസ്റ്റ്. നമ്മളെ പുതിയ ഗസ്റ്റിന് ചെറിയൊരു മടി ഉണ്ട് യൂട്യൂബിൽ വരാന്. കുഞ്ഞുട്ടി പണി എവിടെ നമ്മളെ പഴയ കാണാൻ ചൂടു. ഓന് ട്രിവാൻഡ്രം ടൂറിലാണെന്നാ പറഞ്ഞിട്ട്. വർക്കല എല്ലാവരും സജീവമായിക്കൊണ്ട് പണിയെടുക്കും. പേടിയാണ് ഇവല്. ഒരു കുഴപ്പമില്ല. ഒതന്റിക് സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞതാണ്. എന്താ സാധനം. പടിപ്പുരമുക്കിന്റെ ആനിവേഴ്സറിക്ക് എന്താ ചെയ്യണ്ടേ നമുക്ക്? ആട് വിട്ടാലോ? ബീഫോ എന്താ കാട്ടാ. ഞായറാഴ്ചകളില് എന്തേലൊക്കെ പരിപാടിയാണ്. അതൊക്കെയാണ് നമ്മുടെ ഹാപ്പിനെസ്. പിന്നെ എന്താ വെച്ചാൽ ഞായറാഴ്ച മാത്രമേ പരിപാടി ഉള്ളൂ. അതാണ് പ്രശ്നം. അജാതി പരിപാടി വേണ്ടേനു. അങ്ങനെയല്ല ഓരോന്നും തെളിച്ചോണ്ട് ആരൊക്കെ വരുന്നുണ്ടല്ലോ ഞായറാഴ്ച ആയിട്ട് ഇങ്ങോട്ട്. ചോറിലട്ടോ. ആദ്യമായി ഓയിലിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി എന്ന് പറയുമ്പോ വെളുത്തുള്ളി അങ്ങനത്തെ പ്രശ്നമുണ്ട്. കരി ശാസ്ത്രം എങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ഉള്ളിടണം. ആദ്യം ഉള്ളിട്ടാ മതിയോ? ഇതാവുമ്പോ നല്ല പാടും. അല്ലെങ്കിൽ ഇഞ്ചി പെട്ടെന്ന് കരി. എനിക്ക് തലമ്മ സാധനം ഇല്ലല്ലോ. ഉള്ളിലേക്ക് എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളി. പക്ഷെ നല്ല മണട്ടോ. ഉള്ളിടോളൂ. അടുത്തതായിട്ട് ഉള്ളി. ബിസ്മില്ലാ. അതാണ് ഒതന്റിക് സ്റ്റൈല്. ഉപ്പിന് മുമ്പ് ഒരു സാധനം ഇടാണ്. സത്യാഗ്രഹമാണ്. അല്ല പക്ഷെ ഉപ്പ് വരുമ്പോഴല്ലോ. എന്റെ മാഗി കട്ട ദൈവങ്ങളെ. ഉപ്പിനെ കുറിച്ച് എന്തെങ്കിലും പറയാം. ഉപ്പിടാൻ പറയട്ടോ. പിന്നെ ഇതിനെ പറ്റി എന്തേലും ആരൊക്കെ വേഗം ഇത് സ്വതന്ത്ര കാലത്ത് ഇല്ലേനു. ഇല്ല മാഗി ക്യൂബ് എന്നൊക്കെ പറഞ്ഞാലേ സുഡാനിയോട് എന്തുണ്ടാക്കാണ് മാഗി ക്യൂബ് ഇടും. അത് നമുക്ക് കുത്തിച്ചാക്കാം. സാധനം നമ്മുടെ അടുത്തുണ്ടല്ലോ. എന്നാ ഈ നിങ്ങള് എന്താണ് ചോക്ലേറ്റ് ഇങ്ങോട്ടോ. ഇവരെ ആവശ്യപ്രകാരം നമ്മൾ എന്തെടുക്കണം അത് പൊടിച്ചിട്ടിരിക്കണം. അല്ലേ ചിലപ്പോ പീസിന്റെ പകരം ചിലപ്പോ അതൊക്കെ കിട്ടും. അതെ. ഈ മാഗി ക്യൂബിനെ പറ്റി പറയുമ്പോൾ ഇത് എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ ഇല്ലാതെ വരെ നമുക്ക് എന്ത് ചെയ്യാം, ടേസ്റ്റ് കിട്ടും. ചിക്കന്റെ പ്രതിഭാസത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ചെയ്യാൻ കഴിയോ? അത് ഞാൻ ആദ്യം പറഞ്ഞത്. സുഡാനികള് അതെ ചിക്കനൊക്കെ ചിക്കൻ ഉണ്ടാക്കുമ്പോ ശരിയായ ഷെഫാട്ടോ. കാരണം എനിക്ക് എല്ലാം അറിയാം. ഫ്രാൻസിന്റെ ഫാൻസാണ്. അടി പിടിക്കുന്നുണ്ടല്ലോ. നമുക്കൊരു സാധനം പാരാണ്ട്
കുറച്ചടിയൊക്കെ പിടിച്ചോ ഉണ്ടാക്കണ അർത്ഥമാണ്. തക്കാളി അരച്ചത് ഇവിടെ ഉപ്പിടി ഇനി ഉപ്പ് ലാസ്റ്റ്. ഉപ്പ് എന്താ അറിയോ, ഉപ്പ് നമ്മൾ നോക്കിയിട്ട്. തക്കാളി അരച്ചപ്പോ ലീക്കാണോ? ചോറ് വെച്ചുമ്പോ കൂട്ടാനുള്ളതല്ലേ? അത് ഡീക്കുണ്ട്, ചോറ് വെച്ചുമ്പോൾ കൂട്ടാനുള്ളതുണ്ട്. അതൊക്കെ പാട് കൂട്ടും. ഇടയ്ക്ക് ഞാൻ യൂട്യൂബിലൊന്ന് മറക്കുന്നുണ്ട് കേട്ടോ. ആ ഒഴിച്ചോ, ആ ഒഴിച്ചോ. ഓ മതി ബ്രോ, ഇതിലെന്തേലും പറയേ. ക്രിസ്തുവനെ കുറച്ചുകൂടെ വാങ്ങി തക്കാളി ആവാം. ഷെഫ് പറഞ്ഞ കേക്ക സാധനം ഇജ് കോ ഷെഫ് ആയിട്ടോളൂ. ഇജ് കോ ആയിട്ടോ. മതി. മതി. പോട്ടെ. സോറി ചെല്ലഞ്ചേട്ടൻ എവിടെ ഇരിക്കുക? ചെല്ലഞ്ചേട്ടൻ ചെല്ലഞ്ചേട്ടൻ എവിടെ ഇരിക്കാ? ചെല്ലഞ്ചേട്ടൻ പച്ച ഷർട്ട് ഇട്ട ആളെ പോയി തട്ടി. കുറച്ച് പൊടി വെക്കാമല്ലോ. അവിടെ മധുവത്ത് മസാല ഇനിയാണ് നമ്മളുടെ മെയിൻ സാധനം. ഇല്ലാതെ ഇതെന്താവൂല, ഇതാവൂല. ഉപ്പിനെ കുറിച്ച് പറയാനുള്ളത് പറയാ റിസ്വാനെ. ഞാൻ പൈന കാലത്തേക്ക് ഉപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഉപ്പ് പറഞ്ഞാല് സത്യാഗ്രഹമാണ് ഓർമ്മ വരുന്നത്. പണ്ട് ഞാനും ഗാന്ധിജിയും ഇജും ഗാന്ധിജിയും നാരങ്ങ പണ്ട് പിളർപ്പിയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് വെച്ചാല് മമ്മിയെ ആദ്യം നീച്ചിക്കും. ഞാൻ തിരിച്ച മമ്മിയിലെ അത് പൊട്ടിച്ച് നാരങ്ങ എടുക്കായിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ടില്ല. നാരങ്ങ ഇനിയില്ല. നാരങ്ങനെ കുറിച്ച് എന്താ റിസ്വാനെ? നാരങ്ങനെ കുറിച്ച് പറയുമ്പോ ഈ കളറ് സാധനം ഇങ്ങനെ കിട്ടിയ പരിക്കട്ടെ. ഇത് ചോറ് ഇങ്ങനെ തിന്നുമ്പോ അതിനൊപ്പം ആ കിട്ടും. നാരങ്ങ ഇപ്പൊ 50 ഉറുപ്പിക കൊടുത്ത് ആടോ പെരിയിലായിനോ? നമ്മൾ ഒതുങ്ങി കുരുകൾ കൊടുത്തിട്ടില്ല കുറി സാധനം തിളച്ചു. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് രണ്ടും ഉണ്ടോ? രണ്ടും ഇതിനെ കുറിച്ച് ചോയ കൂടുവോ? നമ്മൾ കഴിഞ്ഞൊരു ഒരു പാക്കറ്റല്ലേ ഇട്ടിട്ടുള്ളൂ. 2 പാക്കറ്റ് എടുക്കണോ? അല്ലെ കുഞ്ഞുട്ടിക്കാക്കു പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കണേ. വെള്ളം ഊറ്റിട്ട് ഓണല്ലേ? തീർച്ചും ക്ലീനിങ് മാനേജ്മെന്റ് ആണ് ബനാണ്. മറ്റേ മസാല ഇട്ടിട്ട് ശരിയായ ഇതാണ് അടുത്ത സ്റ്റെപ്പ്, ചിക്കൻ. ഓക്കെ അതായിട്ടില്ല. പറണ്ടേ ചിക്കൻ ഇടുമ്പോ ഇതുപോലെ വെതറിട്ട് കൊടുക്കണം. ഇല്ലാന്നെങ്കിൽ അവരൊക്കെ പാടെ ഇത് ഇവന്റെ തലയാണ് പൗതി. മേലേക്ക് കിടക്കും. ഓക്കെ ഇത് മൃഗസ്നേഹികൾക്കും പക്ഷിസ്നേഹികൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. 2 ക്യാപ്സിക്കം എടുത്താ സലാഡ് ബനാട്ടോ. സലാഡും ഇഞ്ചോ മസാല കൂടിയോ? ഞാൻ പറഞ്ഞു അരിക്ക് അരി എത്ര ഉള്ളത്? ഈ അരിന്റെ ആ ലെവലിലോ വെള്ളം വേണ്ടത്? അല്ല ആണെങ്കിൽ കുറച്ച് വെള്ളം പറഞ്ഞു കൊടുക്കണം നല്ലതാണ്. അതെ. അങ്ങനെ ശാസ്ത്രീയ അങ്ങനെ സയൻസ് അങ്ങനെ പറയണത്. ഇത് കണ്ടാൽ തന്നെ പ്രേക്ഷകർക്ക് തിന്നാൻ തോന്നൂലടാ. ഓ ഏതാ അത്? മനുഷ്യന്മാരായ കുറച്ച് വെള്ളൂരൊക്കെ വേണം അത് കണ്ടിട്ട്. ഉപ്പ് ആവശ്യം ഉണ്ടാവുമ്പോൾ പറയാ. പ്രേക്ഷകര് ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞോട്ടെ, നമ്മള് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതെങ്ങനെ ഉണ്ടാവും? അത് ഒന്ന് ചോയറ്റുവോ? എന്നാൽ ഈ അരി നയിക്കിട്ടാക്കണം. നമ്മളെന്ത് ചെയ്യണം, അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കണം. എന്നാലും ആ ചിക്കന് കുറച്ച് വേവുള്ളൂ. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണ് അരി എടുക്കുന്നത്, ശരിക്കും ആ അരിൻ്റെ 1 കിലോ അരിക്ക് 1.5 ലിറ്റർ വെള്ളം എന്നാണ്. അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷെ നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്തതായതുകൊണ്ട് എന്ത് ചെയ്യണ്ട, 1 കിലോ അരിക്ക് 1.5 എന്താവും ഇളക്ക് ജസിലെ പോരാ. അതിന് നമ്മൾ നേരെ ഇനി നല്ലോണം ഇളക്കി അടി പിടിച്ച സ്മെല്ലുണ്ടല്ലോ. ഉണ്ടോ? ഭയങ്കര എന്ത് സ്ലോ. സ്ലോയോ? ഇപ്പൊ സെറ്റായില്ലേ? അതെന്തായാലും വീഡിയോ ഒന്ന് ഓണാക്കി കുറച്ച് നേരത്തിന് എന്താവും ലാഗ് ഉണ്ടാവും. 2 സ്പൂണാ? കേട്ടാ
നമുക്ക് നാളെ ക്യാമറക്ക് പിന്നില് ഞാനാണ്. ക്യാമറമാൻ ഫമീലിനോടൊപ്പം അനീഷ് കുംബ്ലേരി. കാണാൻ ആഗ്രഹമുള്ളവർക്ക് പ്രേക്ഷകർക്ക്. ആർക്കും ആഗ്രഹമില്ല പറഞ്ഞേ. ക്യാമറക്ക് കുറെ ദൂരത്ത് അവരാണ്. ഉപ്പ് കുറെ ഉപ്പ് നമ്മളെപ്പോഴും എന്ത് ചെയ്യണം എന്നറിയോ, നോക്കിയിട്ട് ഇടണം. ഞാൻ എനിക്ക് എന്തായി പാൻവെള്ളത്തിൽ അല്ലെങ്കിൽ മൂഞ്ചി ഉപ്പ് കുറവുണ്ട്. താങ്കൾ വിളിക്കുന്ന എടാ തെറ്റി. ഇപ്പോൾ ബിസിയാണ്. അവിടെ എടുക്കണില്ല. അല്പസമയത്തിന് ശേഷം വീണ്ടും ശ്രമിക്കുക. താങ്കൾ വിളിക്കുന്ന എന്റെ ചങ്ക് തെറ്റിയടാ. യൂട്യൂബിലെല്ലാവരോടും അതല്ല ഇജ് യൂട്യൂബിൽ എന്തേലൊക്കെ പറയാ. യൂട്യൂബില് പ്രേക്ഷകരോട് എന്തേലൊക്കെ പറയാ. എന്തേലൊക്കെ പറയാ മുറിച്ച് അന്ന് ഓഡിയൻസ് പോയിക്കൊണ്ട് ലൈവ് പോയിക്കൊണ്ടിരിക്കട്ടോ. എന്റെ കോള് ലൈവ് പോയിക്കൊണ്ടിരിക്കാണ്. അരി നമ്മളെ എപ്പോഴും എന്ത് ചെയ്യണം, അരി എപ്പോഴും പറയൂ. അരി എപ്പോഴും എന്താ ഞാൻ ഇവരോട് പറഞ്ഞു. എടാ അതെ, ഞായറാഴ്ച ലീവ് ഉള്ളവരൊക്കെ ഇവിടെ വന്നപ്പോ നമ്മള് പരിപാടി തട്ടിക്കൂട്ടിയാണ്. ഇജില്ലാതെ നമ്മള് നടത്താൻ എനിക്ക് തോന്നുന്നുണ്ടോ? നമ്മള് ക്യാപ്റ്റേജാണ്. ഗൈസ് നമ്മൾ അരിടാൻ പോവാണ്. ഫാമിലി ഓഡിയൻസിനോട് എന്താ പറയണ്ടേ? ഇത് അനുകരിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇത് നിങ്ങളെ കൊണ്ട് കഴിയൂല. ഇത് മധുത്താണ്. ചോദിക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഇടാം. എല്ലാരും ലൈക്ക് എന്നാണ്ട് ലൈക്ക്, സബ്സ്ക്രൈബ്, സപ്പോർട്ട്, മണി അടിക്കുക. ബെല്ലക്കണല്ല പിന്നെ ആ ക്യാപ്സിക്കൻ ഈ റിസ്വാൻ ഇട്ട സാധനങ്ങളൊക്കെ ദമ്മാവും തോന്നുന്നുണ്ട് കേട്ടോ. അതങ്ങനെ വരും, കിടുക്കും. നിർത്താൻ നോക്കേ ഇട്ടാളെ. നിങ്ങൾക്കും വേണ്ടി നമ്മള് കോമഡി കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്നും ഞങ്ങൾ ബാക്കി വെക്കില്ല, ഒക്കെ ഉണ്ടല്ലാണ്. മധുത്തിന്റെ ഉത്ഭവം എവിടുന്നാന്ന് വെച്ചാല്, പണ്ട് കാലങ്ങളില് ഈ യാത്ര ചെയ്ത് ക്ഷീണിച്ച് 15 മോൾക്ക് പോയി യാത്ര ചെയ്ത് ക്ഷീണിച്ച് തന്നെ അറബിയാളെ പെണ്ണുങ്ങൾ ഉണ്ടാക്കി കൊടുത്തതിനൊരു സാധാ ഭക്ഷണം. പിന്നെ പഴം എന്തെങ്കിലും കൊടുത്താൽ മതിയെന്നല്ലോ. പിന്നെ നമ്മുടെ നാട്ടിൽ ഓരോ ആൾക്കാര് 15 കൊല്ലം അവിടെ പണിയെടുത്തു, 15 കൊല്ലം ഇവിടെ പണിയെടുത്തു എന്നാണ് കണ്ട് ഓരോ കട ഇട്ടു. അതിന് മുതൽ എന്താ ഈ മധുത്ത് അതാ നമ്മളെ മെയിൻ ഗസ്റ്റ് വരുന്നുണ്ട്. മോനെ പുതിയ കുപ്പായ കിട്ടിയിട്ടുണ്ട്. എന്താ പറയാ, അല്ലോ സൂസൊക്കെ ഉള്ളോ നാടൻ പരിപാടിക്കോ, നാടൻ പട്ടിക്കും സൂസോ. തെറില്ല. ഇതൊരു ബീപ്പ് കൊടുക്കാട്ടോ. ഫാമിലി ഓഡിയൻസ് ഉണ്ട്. പരിപാടി കഴിഞ്ഞ് വരികയാണ്. എന്താ പറയാനുള്ളത്? പൂട്ട അല്ല നമ്മളെ ഓഡിയൻസോടെ എന്തൊക്കെ പറയാനുള്ളത്? എന്താ ഉസ്താദ് പരിപാടി? ഞാൻ കല്യാണം കഴിഞ്ഞ് വരികയാണ്. തിന്നോ അവിടെ? നമ്മള് ഏറെ കുറെ ഒരു 2 വിസിൽ എന്ത് ചെയ്യാ അറിയോ, കാത്തിക്ക. എന്നിട്ട് എന്ത് ചെയ്യാ, അതിന് 3ാമത്തെ വിസിലിന് കാത്തിക്കേത്തി 2 വിസിൽ കഴിഞ്ഞാൽ കുക്കർ നമ്മൾ ഡൽഹിയിൽ നിന്ന് ഉണ്ടാക്കിയ തല്ലേ കുട്ടിയാ. PSC ആണോ? ഓഡിയൻസ് അറിയട്ടെ, നമ്മളൊന്ന് വെറുതെ ഇരിക്കണതല്ലാതെ. ഇതൊക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാട്ടോ. പട്ടാളം, ഓ ലോക്കോ പൈലറ്റ്, ഇപ്പം ഷെഫ്, യൂറോപ്പ്. ഓഡിയൻസ് എല്ലാരും അറിഞ്ഞു വേണ്ട. ഇപ്പം വന്നപ്പോ ഫുള്ള് തഗ്ഗാട്ടോ. എന്താണ് ഫസ്റ്റ് എടുക്കണ ക്യാമറ ഓൺ ആക്കിയാണ്ടൊക്കെ ഓഡിയൻസിനാ നോക്കട്ടെ. എന്താ ബ്ലാക്ക് പേപ്പറാ? ഓഡിയൻസ് നല്ല എരുണ്ടാവും. അത് നല്ല എരുണ്ടാവും കേട്ടോ. ഒന്ന് നല്ല മിക്സ് ആക്കിക്കോ. നമ്മളെ പ്രത്യേകം എന്താ പറയുക, നമ്മളെല്ലാം ഓഡിയൻസിന് കൊടുക്കുന്നുണ്ട്. ാണല്ലോ
ഇവന്റെ ചന്തിയാണ് ഫുള്ള്. രണ്ട് വിസിൽ അടിച്ചിട്ടാ അല്ല കുക്കർ ഇനി നമ്മള് ഓഫ് ആക്കി ഇടാ. എന്നിട്ട് എന്ത് ചെയ്യാ അറിയോ? ആ അങ്ങനെ തന്നെ. അല്ല തിരിച്ച് ടൈറ്റ് ആയില്ലേ? എന്ത് ചെയ്യാ നമ്മളൊരു അരമണിക്കൂർ എന്ത് ചെയ്യാ അതിന് നമ്മള് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പൊ സമയം എത്ര? ഡാനി കൊണ്ടോട്ടി എത്തിയിരിക്കുന്നു. എന്റെ ഫോണല്ലാതെ. അപ്പൊ ഇനി എന്ത് ചെയ്യാറോ? തുറക്കണ നേരത്തെ കാണാം. അപ്പൊ അതാണ് അതിന്റെ നമ്മളൊരു അരമണിക്കൂറിലെ ഓക്കെ. ഗൈസ്, ഇതാണ് നമ്മളെ നാട്ടിലെ ഒരു ഭാഗത്ത് കാഴ്ച. കണ്ടില്ലേ? ഇത്ര നല്ല ആംബിയൻസ് ഉള്ള തോട്ടം നമ്മളിവിടെ ഈ ചുറ്റുവട്ടത്ത് വേറെ ഉണ്ട്. പക്ഷേ ഇവിടെ അല്ല, കുറച്ച് അപ്പുറത്ത്. അതെ, സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമാണ്. അങ്ങനെ അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇവിടെ ഈ കാണുന്ന ചൊറുക്കൊന്നും എന്തില്ല, രാത്രി ആയാലില്ല. പിന്നെ വെള്ളം മൂടി കഴിഞ്ഞാൽ ഈ കാണുന്ന തോട്ടം ഫുള്ള് വെള്ളമായിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണു, അവിടെ ഒരു മരം ഉണ്ട്, കാണിച്ചു തരാം. അയിമ കയറി ചാടണു. അതെ, വെള്ളം മൂടി കഴിഞ്ഞാൽ പിന്നെ നരനിലെ വേലായുധന്മാർ ഇവിടെ ഒരുപാടുണ്ടാവും. ഈ തെങ്ങമ്മ കയറണു, ചാടണു, ഇതൊക്കെ തന്നെ പരിപാടി. ഇതൊക്കെ തന്നെ. അല്ലാ, തല പോയ തെങ്ങല്ല പിന്നെ കവുങ്ങ്. ഇതൊക്കെ തന്നെയല്ലേ ഞായറാഴ്ചകൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാക്കി കണ്ട് സെറ്റപ്പ് ആക്കാൻ നോക്കണം. അല്ലാതെ എപ്പോഴും ഇല്ലല്ലോ. നമ്മളെ എന്താ പറയാ, ഒന്നും പറയാൻ കിട്ടണില്ല. അതാണ് സത്യം. ഇത് പണ്ട് കാലത്ത് ഇവിടെ അന്നെന്നോ ആൾക്കാരെ പിടിച്ചുവിടുന്നതാണ് ബന്ദിപ്പൂർ കാടുകളിൽ നിന്ന്. ഞങ്ങള് ഇതിപ്പോ എന്താ അറിയോ, ഒടിഞ്ഞു. കൊറേ കാലമായിട്ട് ഇത് ഒടിഞ്ഞു പോയി. ആരും ഇതാണ് നമ്മളെ നാടിന്റെ മധുത്തുണ്ട്. മധുത്തേ ഇതാ കണ്ടില്ലേ ഇതൊക്കെ തന്നെ എന്തല്ലേ. ഒരു സൈഡിൽ പുഴ, അല്ല തോട് എന്ന് പറയാം, പുഴ എന്ന് പറയാം, നടുക്ക റോഡ്, അപ്പുറത്ത് പാടം. ബ്യൂട്ടിഫുൾ. നാട് എത്രത്തോളം ഡേഞ്ചർ ആണെന്നാണ് അത് കാണിക്കുന്നത്. അതെ, ഇത് അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ പൂസി വിടും. ഡേഞ്ചർ വോയിസ്. അതൊക്കെ ഒന്നും വളഞ്ഞിട്ടില്ല. കവുങ്ങൊക്കെ ഇങ്ങനെ നിൽക്കണുണ്ടാൻ പറ്റിയ. ഹലോ, അവിടെ ഫമീലും സാജുണ്ടോ? അവരെ വിളിച്ചോളാ. ഓക്കെ, പറഞ്ഞോളി. കോഴിക്കോട് റൂം എടുത്ത് കണ്ടേ ഗെയിം കുക്കർ നോക്ക്. തുറന്നോ എല്ലാരും. മധുത്ത് ബ്രോ നല്ല കെട്ടതല്ലോ. ഡാൻസ് അങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ, കേക്കട്ടെ. ഹലോ, ഇജേ ഒന്ന് മക്കളെ നമുക്ക് തരുമോ എന്നെ എടുക്കാനേ? ഞാൻ ചെക്കന്മാർ ഒക്കെ ഓരോ പണിയിലാ. ഇവിടെ കൊല്ലത്തോ? എത്താടാ നായ, ഇവിടെ 3 പേരെ എടുക്കുമ്പോ കൊല്ലത്ത് പോയി എടുക്കണേ.
അപ്പൊ ഓരെന്താ ഇവിടെ ഉണ്ടാക്കുണ്ടായിരുന്നല്ലോ, ഓരെന്താ ഉണ്ടാക്കുണ്ടായിരുന്നു? എന്ത് പരിപാടിയോ? ഇല്ല, ഇജ്ജ് വരണ്ടേ? ഞാൻ എന്നെ പ്രതീക്ഷിക്ക. ഞാൻ ഇപ്പൊ ഫഡ്ജ് പൊട്ടിച്ചപ്പേ ഒരു പീസ് ബാക്കി. മെഹയോ അതെ മറ്റേ റീലിട്ടില്ല അവിടെ പാകിസ്ഥാൻ ക്യാമ്പൊക്കെ എത്തിയാറിട്ട് ഫുള്ള് കുടിച്ചല്ലോ. പക്ഷെ കേങ്ങ് ഒന്നും ഒപ്പില്ല, കേങ്ങ് ഒപ്പില്ല. ഞാനൊന്നും കഴിച്ചിട്ടില്ല. എന്നാ രാത്രി ഒരു ബ്രെഡ് മിതഭക്ഷണം ഭക്ഷണം കഴിക്കണ അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് സാധനം റിട്ടേൺ അടിപ്പിക്കണ പരിപാടിയാണ് ഗൈസ്. ഓക്കെ, അതെ. അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ.